വെൽക്കം ടു ഫുഡ് ടൈം. ഇന്ന് നമ്മൾ കാണാൻ പോണത് നല്ല നാടൻ മുരിങ്ങ മുളക് ഊഷിയാണ്. നല്ല രസമാണത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മുരിങ്ങയെക്കുറിച്ച് ഞാൻ എന്ത് പറയാനാണ്, എല്ലാവർക്കും അറിയണതായിരിക്കും. അത്രയും ഗുണങ്ങളുള്ള ഒരു മരമാണ് മുരിങ്ങ മരം. തോലും പൂവും കായും ഇലയും എല്ലാം അതിൽ മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് അല്ലേ. അപ്പോൾ ഞാൻ മുരിങ്ങ ഇല ഊരി വെച്ചിട്ടുണ്ട്. ഇതിലെ പഴുത്ത ഇലകളൊക്കെ മാറ്റി, പിന്നെ ഇതിൽ ചില ഇലകളിൽ വെള്ള കളർ പോലെ കാണാറുണ്ട്, അതൊക്കെ മാറ്റണം കേട്ടോ. മാറ്റി വൃത്തിയായിട്ട് 3-4 പ്രാവശ്യം കഴുകണം. പലരും ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ മുരിങ്ങ ആയതുകൊണ്ട് കഴുകാതെ അങ്ങനെ ഇടണതൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്തായാലും അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വൃത്തിയായിട്ട് 2-3 പ്രാവശ്യം കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് മുരിങ്ങയില മാറ്റിയിട്ടുണ്ട്. കൂടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. പഴയ കാലം പോലെയല്ല, ഇക്കാലത്ത് മുരിങ്ങ നന്നായിട്ട് വേവിച്ച് തന്നെ കഴിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയസ്സായവർക്കും കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഡൈജഷൻ പ്രോബ്ലംസ് വരും. അതുകൊണ്ട് എപ്പോഴും നന്നായിട്ട് വേവിച്ച് തന്നെ കഴിക്കണം. ചിലവർ പറയാറുണ്ട് മുരിങ്ങ ഒരുപാട് വേവിച്ചാൽ കയ്പ്പ് വരുമെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ വന്നിട്ടേ ഇല്ല കേട്ടോ. ഞാൻ നന്നായിട്ട് തന്നെയാണ് അത് വേവിച്ചെടുക്കാറ്. മുരിങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം നേരമാവില്ല. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വേറൊരു സ്റ്റൗവിൽ തോരപ്പരിപ്പ് വേവിക്കാനായി വെക്കുന്നുണ്ട്. ഇത് ഇന്നലെ രാത്രി മുതൽ കുതിർത്ത് വെച്ച തോരപ്പരിപ്പാണ്. ഇങ്ങനെ നമ്മൾ നേരത്തെ തോരപ്പരിപ്പ് കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്വാണ്ടിറ്റി ഉള്ളതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഞാൻ കുറച്ചധികം തോരപ്പരിപ്പ് വേറൊരു ആവശ്യത്തിനും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുക്കണത്. അപ്പോൾ ഇനി ഇത് പ്രഷർ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം. അങ്ങനെ മുരിങ്ങയില നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഇടണമെന്ന് മാത്രം. അപ്പോൾ ഇതധികം എരിവൊന്നും ഇല്ലാത്ത കറിയാണ്. എരിവൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ കറിയാണ് കേട്ടോ. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ അരമുറി തേങ്ങ കംപ്ലീറ്റായി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം. മിക്സി ജാറിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളവും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പുണ്ടല്ലോ, ഇതിന്ന് ഞാൻ 2 തവി പരിപ്പ് എടുക്കുന്നുള്ളൂ. ബാക്കി എനിക്ക് വേറൊരു ആവശ്യത്തിനാണ് ഞാൻ ഇത്രയും എടുത്തത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് തോരപ്പരിപ്പ് എടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തലേന്ന് രാത്രി കുതിർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടാവും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം 1-2 തിള വരണ വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കിനി കടുക് വറുത്തിടണം. അതിനായിട്ടൊരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണിന് താഴെയായിട്ട് ജീരകം ഇട്ട് കൊടുക്കുക. ഇതിൽ പിന്നെ ഞങ്ങൾ കറിവേപ്പിലൊന്നും ചേർക്കാറില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല ചൂട് ചോറും മുരിങ്ങ മുളകൂഷിയും ഇതിന് സൈഡായിട്ടൊരു ചമ്മന്തി ഉണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ വേറൊന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്